പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദിതനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നതോടൊപ്പം വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്നത് പകരം തോറും കൂടി വരുന്നതാണ് സ്നേഹം. പകരം തോറും കൂടി വരുന്നതാണ് സ്നേഹം. ഊർജ്ജശാസ്ത്രം വെളിപ്പെടുത്തുന്നത് കൊടുക്കുംതോറും കുറഞ്ഞു പോകും എന്നതാണ്. പ്രദാനം ചെയ്യുമ്പോൾ സ്രോതം വരണ്ടു പോകുന്നു. എന്നാൽ ഈ സിദ്ധാന്തത്തിൻ്റെ വിപരീതമാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ. വിജ്ഞാനം പകരം തോറും വർദ്ധിക്കുകയാണ്. അതുപോലെ സ്നേഹം പകരം തോറും പല മടങ്ങ് വർദ്ധിക്കുന്നതായി നമുക്ക് അറിയാം. സ്നേഹത്തിന് പരിമിതികളില്ല. അതിൻ്റെ ഉറവ വറ്റാത്തതാണ്. ഇനിയും ഒട്ടും അവശേഷിക്കുന്നില്ല എന്ന് സ്നേഹത്തെക്കുറിച്ച് പറയാൻ സാധ്യമല്ല. അധികമായി സ്നേഹം പങ്കുവയ്ക്കുക, അത് അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഉത്സാഹം നാം ഉദ്ദീപിക്കുമ്പോൾ കൂടുതൽ ഉത്സാഹം ഉളവാകുന്നു. അതുപോലെയാണ് സ്നേഹവും. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹയുടെ 1 ലേഖനം 4 അധ്യായം 20 വാക്യത്തിൽ പ്രകാരം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്ന കൽപ്പന നമുക്ക് അവനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ബിൽക്കിൻ എന്നുപേരുള്ള അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് സ്നേഹത്തിൻ്റെ സവിശേഷത വെളിപ്പെടുത്തുന്ന ഒരു ചിത്രം വരച്ചു. അതിനുള്ള പ്രചോദനം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തെൽമ സ്നേഹത്തിൻ്റെ ഒരു അക്ഷയപാത്രമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആ ദമ്പതികൾക്ക് 4 മക്കൾ ആണ് ഉണ്ടായിരുന്നത്. വലിയ പ്രായവ്യത്യാസമില്ലാത്ത ചെറിയ കുട്ടികൾ. സന്തോഷവും സ്നേഹവും കളിയാടുന്ന ഒരു സന്തുഷ്ട കുടുംബം. ബിൽ വരച്ച ചിത്രം സ്വന്തം കുടുംബത്തിൻ്റെ തന്നെ ആണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാരിയായ ഒരമ്മയും അവരുടെ 4 ചെറു കുഞ്ഞുങ്ങളും. അമ്മയുടെ കയ്യിൽ പലചരക്ക് നിറഞ്ഞ വലിയ സഞ്ചിയും മറുകൈയിൽ പണമുൾപ്പെടെയുള്ള മറ്റ് സാധനങ്ങളും സൂക്ഷിച്ചിരുന്നു. കൊച്ചുകുട്ടികൾ അവളുടെ കാലുകൾക്ക് ചുറ്റും വട്ടമിട്ട് നിൽക്കുന്നു. അവർക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ഒരു പച്ച പരിഷ്കാരിയായ സ്ത്രീ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സ്നേഹം ഈ 4 കുട്ടികൾക്കുമായി വിഭജിച്ച് കൊടുക്കുവാൻ സാധിക്കുന്നത്? അമ്മയുടെ മറുപടി, ഞാൻ എൻ്റെ സ്നേഹം വിഭജിക്കുകയല്ല, അനേക മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. ഒരു വലിയ ജീവിത യാഥാർത്ഥ്യം ആ വാക്കുകളിൽ കൂടി അവൾ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം സ്നേഹം കൊടുക്കും തോറും കൂടുകയാണ്, വർദ്ധിക്കുകയാണ് എന്ന് ആ സ്ത്രീ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുത്തു. കാരണം ആ 4 മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്നു. അതായത് ആ ഓരോ കുഞ്ഞിനും സ്നേഹം കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിക്കുന്നു. അത് അവരെ 4 പേരെയും ഒരുപോലെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ അത് അവർക്ക് സാധ്യമായത്. ദൈവവും നമ്മളെ അതുതന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞത് സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാനം എന്നതാണ്. സ്നേഹം ആര് പകരുന്നുവോ അവർക്ക് അത് വർദ്ധിച്ചു കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിലും അവകാശിയാകുവാൻ സാധിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത്, സ്വയം സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. ആദ്യം നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. ആ സ്നേഹം എന്താണ് എന്നുള്ളത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായത്തിൽ 13 വാക്യങ്ങളുണ്ട്. അത്
കണ്ടു കഴിഞ്ഞാൽ, അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം എന്താണ് എന്നുള്ളതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ലേഖനത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ പൊതുവിനെഴുതിയ ലേഖനത്തിലും ഇതിനെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. നാം ഇതൊക്കെയും മനസ്സിലാക്കി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നാം പഠിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് നമുക്ക് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ആയതിനാൽ നാം ഇന്നുവരെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇനി ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്ത് നമ്മൾ ഇതേവരെ ചെയ്തിട്ടുള്ളതായ പാപങ്ങളെ ആവർത്തിക്കാതെ ഏറ്റുപറയാതെ നാം അതിനു വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ഇനിയും ഞാൻ ആ പാപം റിപ്പീറ്റ് ചെയ്യുകയില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ഈ ലോക ജീവിതം വളരെ സന്തോഷപ്രദമായി നമുക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.